ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നമുക്കിത് അരച്ച ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന, ഇൻസ്റ്റൻ്റായിട്ട് ചുട്ടെടുക്കാൻ പറ്റുന്ന നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ടുള്ള ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത്. ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ള ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ് അളവിലാണ് ഞാൻ അരി എടുത്തിട്ടുള്ളത്. അതേ ഗ്ലാസ്സിൽ തന്നെയാണ് ശർക്കര പൊടിച്ചിട്ട് ഒരു ഗ്ലാസ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം, അതേ ഗ്ലാസ്സിൽ തന്നെ അര ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് ഇതൊന്ന് നമുക്ക് ഉരുക്കിയെടുക്കണം. ഈ ഒരു അളവിലുള്ള ശർക്കര അതിലേക്കുള്ള പാകത്തിനുള്ള ഒരു മധുരമാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഈ കട്ടയൊക്കെ ഒന്ന് ഉടഞ്ഞിട്ട് ഇതൊന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഒരു ഗ്ലാസ്, അതേ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിയാണ് ഇവിടെ ഞാൻ ഒരു 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അരമണിക്കൂർ മുമ്പ് ഇതുപോലെ ഒന്ന് വെള്ളം വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ ഇട്ട് വെച്ചതാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് ശർക്കര എടുത്താൽ മതി. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു അരമണിക്കൂർ മുമ്പ് തന്നെ വെള്ളം വാർത്തെടുക്കാനായിട്ട് ഇതുപോലെ ഒന്ന് അരിപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ഏലക്ക, ഒരു 1.5 ടീസ്പൂൺ ചെറിയ ജീരകം, ഒരു വലിയൊരു കഷ്ണം പട്ട, ഇതെല്ലാം കൂടിയിട്ടൊന്ന് വറുത്തെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ഏലക്ക ജീരകമൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ ഒരു കഷ്ണം പട്ടയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ചെറുതായിട്ട് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കരുത്. ചെറുതായിട്ട് നമ്മൾ കൈയൊക്കെ തൊടാൻ പാകത്തിന് ചൂടാവുമ്പോൾ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടോടുകൂടെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്, അധികമായിട്ട് ചൂടാവാൻ പാടില്ല. അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കര ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം. ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അധികം തരിയോട് കൂടെ അല്ലാതെ ചെറിയൊരു തരിയോട് കൂടെ അരച്ചെടുക്കുക. ഓവറായിട്ട് തരിയോട് കൂടെ അരച്ചെടുക്കരുത്. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂണോളം മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത മാവിൽ നിന്ന് ഒരു 1/4 ഭാഗം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഈ ഒരു മൈദപ്പൊടി ആദ്യം തന്നെ കലക്കിയെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് മാവിലേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മൈദപ്പൊടി മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മാവിൽ നിന്ന് ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഞാൻ ആദ്യം തന്നെ മൈദപ്പൊടിയായിട്ട് മിക്സ് ആക്കിയിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുഴുവൻ മാവും ഇതിലേക്ക് ഒഴിച്ച് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് മുഴുവൻ മാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കുറേശ്ശെ ചേർത്തിട്ട് നമുക്കിത് മാവ് റെഡിയാക്കി എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയും കട്ടി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കട്ടിക്കാണ് മാവ് വേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒരു 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കിയിട്ട് മാവൊന്ന് റെഡിയാക്കി എടുക്കുക. എന്നാൽ നല്ല സോഫ്റ്റായി കിട്ടുന്നതിനപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിലൊന്ന് ഇളക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കട്ടിക്കാണ് മാവ് ഉണ്ടാവുക. അപ്പോൾ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള കുറച്ച് തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കുക. അതിനായിട്ട് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചിരകിയ തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിന് പകരം
നുറുക്കിയെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ നെയ്യ് ചൂടാറിയതിന് ശേഷം മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ 1 ടീസ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നെയ്യ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂണോളം എള്ള്, കറുത്ത എള്ള് ഒന്ന് കഴുകിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത് ചേർക്കുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഒരു 2 ടീസ്പൂണോളം നെയ്യ് മാവിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മധുരം ബാലൻസ് ആവാനായിട്ട്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ആ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഓല ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് ചൂടാക്കിയതിന് ശേഷം ഓരോ തവി ഒഴിച്ചിട്ട് നമുക്കിത് അപ്പോൾ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ദാ നെയ്യപ്പൊക്കെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരി അരച്ച ഉടനെ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നല്ല സോഫ്റ്റാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ ദാ ആദ്യത്തേത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു 8-9 മണിക്കൂർ റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് തന്നെ ഉണ്ടാവുക. അരി അരച്ച ഉടനെ തന്നെ നമുക്കിത് ചുട്ടെടുക്കാനും പറ്റും. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നെയ്യപ്പം ഒന്നും ഉണ്ടായിട്ട് ശരിയായില്ലെങ്കിൽ ഇതുപോലൊന്ന് ഒരു തവണ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ കുറഞ്ഞ സമയത്തിൽ അരച്ച ഉടനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിലൊക്കെ നല്ല ആരോട് കൂടിയിട്ടുള്ള ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.